അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, സൂറത്തുൽ ബഖറയുടെ 16 ആയത്തുകളോളം നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്ന് 17 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ് മനഃപ്പാഠമാക്കാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ വീഡിയോ 30 മിനിറ്റിന് മുകളിലായതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് 2 ഭാഗങ്ങളായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം ഫസ്റ്റ് ഭാഗം പഠിച്ചതിന് ശേഷം രണ്ടാമത്തെ ഭാഗവും നിങ്ങൾ പഠിക്കുക. പിന്നെ നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ആരും കമൻറ്റ് ചെയ്തിട്ടില്ല. ക്ലാസ്സുകൾ എങ്ങനെയുണ്ട്, ലഘൂകരിക്കണോ, ഇതേപോലെ മതിയോ എന്നാരും ഒന്നും റിപ്ലൈ തന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ കമൻറ്റുകൾക്കെല്ലാം ഞാൻ മറുപടി തരുന്നതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മസലുഹും കമസലില്ലദി ഇസ്തൗഖദ നാറൻ ഫലമ്മാ അളാഅത് മാ ഹൗലഹു ذهب الله بنورهم وتركهم في ظلمات لا يبصرون صم بكم عمي فهم لا يرجعون أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير. അപ്പം നമുക്ക് സൂറത്തുൽ ബഖറയുടെ 17-ാമത്തെ ആയത്ത് മനഃപ്പാഠമാക്കാം. ഞാനിപ്പോൾ ലളിതമായിട്ടുള്ള ഒരു പഠന രീതിയും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയത് കഴിഞ്ഞ ക്ലാസ്സെല്ലാം പഠിപ്പിച്ച രീതിയാണ്. ഒരു ആയത്തിനെ 3-4 ഭാഗമാക്കി മുറിച്ച്, വലിയ ആയത്താണെങ്കിൽ ഒരു 5-6 പ്രാവശ്യം വരെ മുറിച്ച് നമുക്ക് പഠിക്കാം. ഏറ്റവും ലളിതമായ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുത്ത് കോർത്ത് നിൽക്കുന്നത് പോലെ ഓരോ വേർഡും ഇങ്ങനെ കോർത്തിണക്കി പഠിക്കാൻ, അങ്ങനെയും പഠിക്കാം. അത് ഞാൻ ഏകദേശം ഒന്ന് വിവരിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. മസലഹും കമസലി, ഒരു വേർഡ്, രണ്ടാമത്തെ വേർഡ് മസലഹും കമസലി. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുക, മസലഹും കമസലി. അതിനുശേഷം മസലഹും കമസലില്ലതി, മസലഹും കമസലില്ലതി, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഒരാവർത്തിച്ചിട്ട്. അതിനുശേഷം അടുത്ത ഇസ്തൗക്കഥ കൂട്ടിച്ചേർക്കുക, മസലഹും കമസലില്ലതി ഇസ്തൗക്കഥ. അതിനുശേഷം അത് ഒരു 3-4 പ്രാവശ്യം ഓതിയതിനു ശേഷം മസലഹും കമസലില്ലതി ഇസ്തൗക്കഥ നാറൻ, അതും ഒരു 3-4 പ്രാവശ്യം ഓതിയതിനു ശേഷം, അതായത് 3-4 പ്രാവശ്യം ഓതിയതിനു ശേഷം കണ്ണടച്ച് അടുത്ത ഒരു വേർഡ് കഴിഞ്ഞാൽ അടുത്ത വേർഡ് നിങ്ങളെ മനസ്സിൽ വരുന്നുണ്ട് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വേർഡിലേക്ക് പോവാം. അങ്ങനെ പഠിക്കാം. ഇപ്പം നമുക്ക് പഴയ രീതിയിൽ തന്നെ പഠിക്കാം. അപ്പം മസലഹും കമസലില്ലദി ഇസ്തൗഖദ നാറൻ എന്നുവരെ നമുക്ക് ഒരു ഭാഗം. ഫലമ്മ അളാഅത് മാ ഹൗലഹു ദഹബല്ലാഹു ബിനൂരിഹിം ഒരു ഭാഗം. വതറകഹും ഫീ ളുലുമാത്തിൻ ലാ യുബ്സിറൂൻ സുമ്മൻ 3 ഭാഗം. അപ്പോൾ നമുക്ക് തുടങ്ങാം. മസലഹും കമസലില്ലദി ഇസ്തൗഖദ നാറൻ, മസലഹും കമസലില്ലദി ഇസ്തൗഖദ നാറൻ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, വിരലുകൾ ആയത്തിൻ്റെ, അതായത് ഓരോ അക്ഷരങ്ങളുടെയും ചുവട്ടിൽ വെച്ച്
ചൂണ്ടുവിരൽ അല്ലെങ്കിൽ ഒരു പെന്നോ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ലൈനും ശ്രദ്ധിച്ച് നോക്കി ഓതണം. മസലഹും കമസലില്ലദി ഇസ്തൗഖദ നാറൻ, മസലഹും കമസലില്ലദി ഇസ്തൗഖദ നാറൻ. അങ്ങനെ ഒരു 5-6 തവണ ഓതുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ പതിയും. പതിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തതിലേക്ക് പോകാം. പതിയാത്തവർ വീണ്ടും ഒരു 5-6 തവണ കൂടി ഓതുക, അപ്പോൾ പതിയും. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഫലമ്മാ അളാഅത് മാ ഹൗലഹു ദഹബല്ലാഹു ബിനൂരിഹിം, ഫലമ്മാ അളാഅത് മാ ഹൗലഹു ദഹബല്ലാഹു ബിനൂരിഹിം, ഫലമ്മാ അളാഅത് മാ ഹൗലഹു ദഹബല്ലാഹു ബിനൂരിഹിം. വീണ്ടും പതിയുന്നത് വരെ മനസ്സിൽ ഇങ്ങനെ ഒതുക്കൊണ്ട് നിൽക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഓരോ പോർഷനും മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടോ നോക്കുക, എന്നിട്ട് അടുത്ത പോർഷനിലേക്ക് പോവുക. വതറകഹും ഫീ ളുലുമാത്തിൽ ലാ യുബ്സിറൂൻ സുമ്മുൻ, വതറകഹും ഫീ ളുലുമാത്തിൽ ലാ യുബ്സിറൂൻ, വതറകഹും ഫീ ളുലുമാത്തിൽ ലാ യുബ്സിറൂൻ സുമ്മുൻ, വതറകഹും ഫീ ളുലുമാത്തിൽ ലാ യുബ്സിറൂൻ സുമ്മുൻ, വതറകഹും ഫീ ളുലുമാത്തിൽ ലാ യുബ്സിറൂൻ സുമ്മുൻ. അപ്പോൾ ഈ ആയത്തും ഈ പോർഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിതിനെ ജോയിൻ ചെയ്ത് ഓതാം. മസലഹും കമസലില്ലദി ഇസ്തൗഖദ നാറൻ ഫലമ്മാ അളാഅത് മാ ഹൗലഹു ദഹബല്ലാഹു ബിനൂരിഹിം വതറകഹും ഫീ ളുലുമാത്തിൽ ലാ യുബ്സിറൂൻ സുമ്മും. മസലഹും കമസലില്ലദി ഇസ്തൗഖദ നാറൻ ഫലമ്മാ അളാഅത് മാ ഹൗലഹു ദഹബല്ലാഹു ബിനൂരിഹിം വതറകഹും ഫീ ളുലുമാത്തിൽ ലാ യുബ്സിറൂൻ സുമ്മും. മസലഹും കമസലില്ലദി ഇസ്തൗഖദ നാറൻ ഫലമ്മാ അളാഅത് മാ ഹൗലഹു ദഹബല്ലാഹു ബിനൂരിഹിം വതറകഹും ഫീ ളുലുമാത്തിൽ ലാ യുബ്സിറൂൻ സുമ്മും. അപ്പോൾ ഈ ആയത്ത് കൂട്ടി യോജിപ്പിച്ചിട്ട് മനസ്സിൽ കംപ്ലീറ്റ് തെളിയുന്നത് വരെ റിപ്പീറ്റ് ചെയ്യുക. അത് മനസ്സിൽ തെളിഞ്ഞതിന് ശേഷം 20 തവണ നോക്കിയിട്ട് 10 തവണയും നോക്കാതെ 10 തവണയും ആവർത്തിക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ളുലുമാത്തില്ല എന്ന് ഓതാൻ പാടില്ല. ളുലുമാത്തില്ല നൂന് മണിക്കാൻ പാടില്ല ഇവിടെ കേട്ടോ. ഇനി നമുക്ക് 18-ാം ആയത്തിലേക്ക് പോവാം. സുമ്മും ബുക്മുൻ ഉംയും ഫഹും ലാ യർജിഊൻ. ബധിരരും ഊമകളും അന്ധന്മാരുമാകുന്നു അവർ, അതിനാൽ അവർ സത്യത്തിലേക്ക് തിരിച്ചു വരികയില്ല. സുമ്മും ബധിരന്മാർ, ബുക്മുൻ ഊമകൾ, ഉംയും അന്ധന്മാർ, ഫഹും അതിനാൽ അവർ, ലാ യർജൂൻ അവർ മടങ്ങുകയില്ല. ഇതാണ് ഇതിൻ്റെ വേർഡ് ബൈ അർത്ഥം. ഇത് ഒരു ചെറിയ ആയത്താണ്, അതുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ മുത്തുകൾ കോർത്തി നിൽക്കുന്നത് പോലെ അങ്ങനെയും പഠിക്കാം, അല്ലെങ്കിൽ ഈ ഒരൊറ്റ ആയത്ത് തന്നെ നോക്കിയിട്ട് പഠിക്കുകയും ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സുമ്മുൻ ഓതാൻ പാടില്ല, സുമ്മുൻ ഓതാൻ പാടില്ല. ഇവിടെ ഒരു മീം വേണ്ട, ഷദ്ദുള്ള മീമായതുകൊണ്ട് മീമിന് സുക്കൂനിട്ട്, അതായത് അടുത്ത അക്ഷരം ബായാണ്, അതുകൊണ്ട് മീമിന് സുക്കൂന് ഇട്ട് സുമ്മും തന്നെ ഓതണം. സുമ്മുൻ എന്നല്ല കേട്ടോ, സുമ്മും. സുമ്മും ബുക്മുൻ ഉംയും ഫഹും ലാ യർജൂൻ, അങ്ങനെ തന്നെ ഓതണം കേട്ടോ. സുമ്മും ബുക്മുൻ ഉംയും ഫഹും ലാ യർജൂൻ ഔ കസയ്യിബ്. സുമ്മും ബുക്മുൻ ഉംയും ഫഹും ലാ യർജൂൻ ഔ കസയ്യിബ്
സുമ്മം ബുക്മുൻ ഉംയും ഫഹും ലാ യർജിഊൻ ഔ കസയ്യിബ് സുമ്മം ബുക്മുൻ ഉംയും ഫഹും ലാ യർജിഊൻ ഔ കസയ്യിബ് സുമ്മം ബുക്മുൻ ഉംയും ഫഹും ലാ യർജിഊൻ ഔ കസയ്യിബ്. അപ്പം നമുക്ക് ഇത് ബൈഹാർട്ടാക്കുന്നത് വരെ റിപ്പീറ്റ് ചെയ്ത് ഓതുക. ബൈഹാർട്ടാക്കിയതിന് ശേഷം അടുത്ത ആയത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ പാർട്ട് വരെ ആണ് ഇന്നത്തെ ഈ വീഡിയോൻ്റെ ഒന്നാമത്തെ പാർട്ട്, ഈ ആയത്ത് വരെ. അടുത്ത പാർട്ടിൽ ബാക്കി 2 ആയത്ത് കൂടി വിശദീകരിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.